Good morning students, welcome to this video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ VI ക്യാരയെ പറ്റി പഠിച്ചു. പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ VI ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആയിരുന്നു ഇത്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇനി ആ VI ക്യാര ഇതാണ്. ഓക്കെ, ഇതാണ് VI ക്യാര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ VI ക്യാരയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, ഇതാണ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് Y ആക്സിസിലുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പി എൻ ജംഗ്ഷന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് Y ആക്സിസിലുമാണ് എടുക്കുന്നത്. വോൾട്ടേജ് ഈസ് പ്ലോട്ടഡ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ഈസ് പ്ലോട്ടഡ് അലോങ് Y ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ VI ക്യാര എന്ന് പറയുന്നത് അല്ലെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വോൾട്ടേജ് അതിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിലും കറണ്ട് പ്ലോട്ട് ചെയ്യുന്നത് Y ആക്സിസിലുമാണ്. ഇനി ഈ VI ക്യാരയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വരച്ച ഗ്രാഫ്. ഇത് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇത് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഗ്രാഫ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫായിരുന്നു. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു ഗ്രാഫായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഓക്കെ, അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ തവണ നമ്മൾ വരച്ച ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് രണ്ട് പോർഷൻ ഉണ്ട്. ഒന്ന് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും രണ്ടാമത്തത് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, എന്താണ് ഈ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ഈ റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്? ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ അതിന്റെ VI ക്യാര എങ്ങനെയാണ്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ അതിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, അതാണ് ഈ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിനെ, ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും, ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വോൾട്ടേജും കറണ്ടും വെച്ച് ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനല് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനല് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യും. അതിനുശേഷം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ
കമ്പൈൻ ചെയ്തുള്ള ഒരു ഗ്രാഫാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരച്ചത്. അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു, ഇതേപോലെ ഗ്രാഫ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഒരെണ്ണമേ പഠിക്കുന്നുള്ളൂ, ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സേ പഠിക്കുന്നുള്ളൂ. റിവേഴ്സ് ബയസ് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഞാനിത് ഇറേസ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. വാട്ട് ഈസ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വേണം. ഓക്കെ, ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, വരയ്ക്കാൻ പോകുന്നത്, പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് ഡയോഡിനെ എന്ത് ചെയ്യണം? ഫോർവേഡ് ബയസ് ചെയ്യണം. ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ, അതിന് ആനോഡ് എന്ന് പറയും. ഡയോഡിന് രണ്ട് ടെർമിനലാണുള്ളത്. പോസിറ്റീവ് ടെർമിനലാണ് ആനോഡ്, നെഗറ്റീവ് ടെർമിനലാണ് കാഥോഡ്. ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. ഇൻ ഫോർവേഡ് ബയസിംഗ്, positive terminal of battery is connected to positive terminal of diode, that is anode. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ആനോഡുമായിട്ട് കണക്ട് ചെയ്യും. നെഗറ്റീവ് ടെർമിനലും കാഥോഡുമായിട്ട് കണക്ട് ചെയ്യും. ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ കാഥോഡ് എന്നാണ് പറയുന്നത്. അതും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യും. ഇനി നമുക്കിവിടെ പ്ലോട്ട് ചെയ്യേണ്ടത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ഈ ഡയോഡിന് ഈ പി എൻ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഈ ഡയോഡ് വഴി കടന്നു പോകുന്ന കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെസിസ്റ്റർ ആണ്. ഈ ബാറ്ററി വെച്ചാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ആ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടി, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സമയത്തെയും വോൾട്ടേജും കറണ്ടും നമ്മളിവിടെ ഒരു പേപ്പറിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഓരോ സമയമുള്ള വോൾട്ടേജും കറണ്ടും ഒരു പേപ്പറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. വിയും ഐയും. വി എങ്ങനെ കിട്ടുന്നത്? വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് ആണ് വി, അമ്മീറ്ററിന്റെ റീഡിംഗ് ആണ് ഐ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പതിയെ സപ്ലൈ ഓൺ ചെയ്യുന്നു, ബാറ്ററി ഓൺ ചെയ്യുന്നു. അതിനുശേഷം പതിയെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ 1-2 വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് അതിന്റെ ബാരിയർ പൊട്ടൻഷ്യലിന് തുല്യമോ അതിനേക്കാൾ കൂടുതലായാൽ മാത്രമേ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വലോ അതിൽ കൂടുതലോ ആയാൽ മാത്രമേ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് മസ്റ്റ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ബാരിയർ പൊട്ടൻഷ്യൽ. സിലിക്കന്റെ കേസിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 ആണ്. ജർമേനിയത്തിന്റെ കേസിൽ 0.3 ആണ്. ഓക്കെ, അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോഡിന്റെ കേസിൽ 0.7 ആണ്, ജർമേനിയത്തിന്റെ കേസിൽ 0.3 ആണ്. അപ്പോൾ സിലിക്കൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബാറ്ററി വോൾട്ടേജ് 0.7 ആകുന്നത് വരെ ഡയോഡ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യത്തില്ല. ഇലക്ട്രോൺസിനും ഹോൾസിനും ഫ്രീ ആയിട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവയെ
അവിടെയുള്ള ഡിപ്ലീഷൻ ലെയർ തടയും, ആ ബാരിയർ പൊട്ടൻഷ്യൽ തടയും, ഡിപ്ലീഷൻ ലെയർ തടയും. നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ആ ബാരിയർ പൊട്ടൻഷ്യലിന് തുല്യമാകുമ്പോൾ സിലിക്കണിന്റെ കേസിൽ അത് 0.7 ജർമീനിയത്തിന്റെ കേസിൽ അത് 0.3 അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വലോ അതിനേക്കാൾ കൂടുതലോ ആവുമ്പോൾ ആ പി എൻ ജംഗ്ഷൻ നടുക്കുള്ള ബാരിയർ പൊട്ടൻഷ്യൽ എന്തോ ചെയ്യും, എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് 0 ആകും. ഇലക്ട്രോൺസും ഹോൾസും ഫ്രീ ആയിട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അതുമൂലം അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിനെ ഫോർവേഡ് കറണ്ട് എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വലോ അതിനേക്കാൾ കൂടുതലോ ആകുന്നത് വരെ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ബാറ്ററി വോൾട്ടേജ് ഒരു 0.1 ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, കൊടുക്കുന്നു. പക്ഷേ ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? വോൾട്ടേജ് 0.1 ഒക്കെ കൊടുത്താൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിലിക്കൺ ഡയോഡ് ആണെന്ന് വിചാരിക്കുമോ? കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. 0.2 കൊടുത്താൽ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. 0.5 ആയാലോ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. 0.7 ആയാലോ? സിലിക്കന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.7 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ഏകദേശം 0.7 ആവുമ്പോൾ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ജർമേനിയം ആണെങ്കിലോ 0.1 0.2 ഒന്നും കൊടുത്താൽ കണ്ടക്ട് ചെയ്യത്തില്ല. പിന്നെ എത്ര വരണം? ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.3 0.3 കൊടുക്കുമ്പോൾ ഡയോഡ് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. അവിടെ ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷൻ ക്രോസ് ചെയ്യും. ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് 0 ആകും. ഇലക്ട്രോൺസിനെ ഹോൾസിനെ തടയാൻ ജംഗ്ഷന് കഴിയത്തില്ല. അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യും, എലിമിനേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഇലക്ട്രോൺസിനെ ഹോൾസിനെയും തടയാനുള്ള കഴിവ് ആ ജംഗ്ഷന് കൈവരത്തില്ല. ഇലക്ട്രോൺസും ഹോൾസും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിനെ ഫോർവേഡ് കറണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ഓർക്കേണ്ട കാര്യം, ജർമേനിയത്തിന്റെ കേസിൽ 0.3 ആണ് ബാരിയർ പൊട്ടൻഷ്യൽ. നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ജർമേനിയത്തിന്റെ കേസിൽ 0.3 അതിൽ കൂടുതലോ ആയാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ കറണ്ട് ഏകദേശം 0 ആയിരിക്കും. ഓക്കെ, സിലിക്കന്റെ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് 0.7 അതിൽ കൂടുതൽ ആയാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജർമേനിയത്തിന്റെ കേസാണെങ്കിൽ 0.1 0.2 ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. 0.3 കൊടുക്കുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ജംഗ്ഷൻ റെസിസ്റ്റൻസ് 0 ആവും. ബാരിയർ പൊട്ടൻഷ്യൽ എലിമിനേറ്റ് ചെയ്യും. ഇലക്ട്രോൺസും ഹോൾസും ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യും. കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, as we approaches 0.3 for germanium and 0.7 volt for silicon, large number of free electrons and holes starts crossing the junction. നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ജർമേനിയത്തിന്റെ കേസിൽ 0.3 സിലിക്കന്റെ കേസിൽ 0.7 ആകുന്നത് വരെ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ആയിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ റെസിസ്റ്റൻസ് 0 ആയും ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യും. കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുവരെ 0.1 0.2 ഒക്കെ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡയോഡ് കറണ്ട് ഈസ് സ്മോൾ ഫോർ ഫസ്റ്റ് ഫ്യൂ ടെൻസ് ഓഫ് എ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ഒക്കെ കൊടുക്കുമ്പോൾ ഡയോഡ് കറണ്ട് എന്തായിരിക്കും? വെരി വെരി സ്മോൾ ആയിരിക്കും. ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, നന്നായിട്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഇലക്ട്രോൺസിനെ ഹോൾസിനെ തടയും. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. ഡയോഡ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലാവണം. ജർമേനിയത്തിന്റെ കേസിൽ അത് 0.3 ആണ്. സിലിക്കന്റെ കേസിൽ അത് 0.7 ആണ്. ഓക്കെ, the diode does not conduct well until the external voltage overcomes the barrier potential.
ഇനി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന് തുല്യമോ അതിനേക്കാൾ കൂടുതലാവുമ്പോൾ അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ എലിമിനേറ്റ് ചെയ്യപ്പെടും, ജംഗ്ഷൻ റെസിസ്റ്റൻസ് 0 ആവും, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് സ്റ്റാർട്ട്സ് ക്രോസിംഗ് ദ ജംഗ്ഷൻ, ക്രോസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ് വിൽ കോസ് എ കറന്റ് ഫ്ലോ. അത് കറന്റ് ഫ്ലോയ്ക്ക് കാരണമാകും. ദാറ്റ് കറന്റ് ഈസ് നോൺ ആസ് ഫോർവേഡ് കറന്റ്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രോങ് കറന്റ് ഫ്ലോ ഉണ്ടാവും. കാര്യം എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസിനും ഹോൾസിനും സ്മൂത്ത് ആയിട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ കഴിയും. ചെറുതായിട്ട് വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ അവിടെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഹോൾസും ഇലക്ട്രോണും ജംഗ്ഷനെ ക്രോസ് ചെയ്യുകയും അവിടെ ലാർജ് കറന്റ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. Above that voltage, a small increase in voltage produces sudden increase in current. ജർമ്മേനിയത്തിന്റെ കേസിൽ 0.3 മുകളിലും സിലിക്കന്റെ കേസിൽ 0.7 മുകളിലും ചെറുതായിട്ടൊന്ന് വോൾട്ടേജ് കൂട്ടി കൊടുത്താൽ കറണ്ട് പെട്ടെന്ന് കുത്തനെ കൂടും. ഇത് കണ്ടോ, ഇത് ഏകദേശം 0.3 വോൾട്ട് വരും, ഇത് ഏകദേശം 0.7 വോൾട്ട് വരും. ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ജർമ്മേനിയത്തിന്റെ കേസിൽ 0.3യേക്കാൾ കുറച്ചുകൂടെ വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. സിലിക്കന്റെ കേസിലാണെങ്കിൽ 0.7യേക്കാൾ കുറച്ചുകൂടെ വോൾട്ടേജ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. കാര്യം എന്താണ്? ബാരിയർ പൊട്ടൻഷ്യല് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസിനും ഹോൾസിനും ജംഗ്ഷൻ ക്രോസ് ചെയ്യാം. അവിടെ സ്മൂത്ത് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടെ സ്ട്രോങ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ മുകളിൽ ചെറുതായിട്ടൊന്ന് വോൾട്ടേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഒരു ഷാർപ്പ് ഇൻക്രീസ് നമുക്ക് കറണ്ടിൽ കാണാം. കാരണം ബാരിയർ പൊട്ടൻഷ്യൽ അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നു. അവിടെ ഒരു സ്ട്രോങ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഓക്കെ, the voltage at which current starts to increase rapidly is called cut-in voltage or knee voltage. അതായത് the voltage at which current starts to increase rapidly is called cut-in voltage or knee voltage. അപ്പോൾ ജർമ്മേനിയത്തിന്റെ കേസിൽ 0.3 മുകളിലും സിലിക്കന്റെ കേസിൽ 0.7 മുകളിലും കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. അപ്പോൾ ഒരു ഡയോഡിന്റെ കേസിൽ കട്ട്-ഇൻ വോൾട്ടേജ് എന്താണ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ അറിയണം. കട്ട്-ഇൻ വോൾട്ടേജ് നീ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മേനിയത്തിന്റെ കേസിൽ അത് 0.3 ആണ്. സിലിക്കന്റെ കേസിൽ അത് 0.7 ആണ്. ഈ കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ്, ഈ കട്ട്-ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഡയോഡ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. PN ജംഗ്ഷൻ ഡയോഡ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ജംഗ്ഷൻ റെസിസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടും. സ്മൂത്ത് ആയിട്ട് ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷൻ ക്രോസ് ചെയ്യും. സ്ട്രോങ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ കറണ്ട് റാപ്പിഡ് ആയിട്ട് റൈസ് ചെയ്യും. ഇങ്ങനെ കറണ്ട് റാപ്പിഡ് ആയിട്ട് റൈസ് ചെയ്യുന്ന ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. കറണ്ട് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. ജർമ്മേനിയത്തിന്റെ കേസിൽ അത് 0.3 ആണ്. സിലിക്കന്റെ കേസിൽ അത് 0.7 ആണ്. ഈ ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങൂ. ഓക്കെ, ജർമ്മേനിയത്തിന്റെ കേസിൽ 0.3യും സിലിക്കന്റെ കേസിൽ 0.7 കൊടുത്താൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങൂ. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട്-ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്.
The voltage at which current starts to increase rapidly is called cut-in voltage or knee voltage. The voltage at which current starts to increase rapidly is called cut-in voltage or knee voltage. In the case of germanium, cut-in voltage is 0.3 volt voltage, and in the case of silicon, cut-in voltage is 0.7 volt. Okay. ഇതാണ് ഡയോഡിന്റെ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ.